പിടിക്കാൻ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മുതുമല ടൈഗർ റിസർവിലാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മസിനഗുഡി വഴി കോത്തഗിരിയിലേക്കാണ്. അവിടെ ഹെവൻലി ഹിൽസിലെ താമസവും അതുപോലെ പോകുന്ന വഴിക്കുള്ള സീനിക് കാഴ്ചകളും വൈൽഡ് ലൈഫ് കാഴ്ചകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ മുതുമല സഫാരി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് മസിനഗുഡിക്കുള്ളത്. മോയാർ റിവറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. ഒരുപാട് ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. മുന്നിലുള്ള വാഹനങ്ങൾ സ്ലോ ആക്കുന്നത് കണ്ട് നമ്മളൊന്ന് നിർത്തി നോക്കിയപ്പോൾ കണ്ട വളരെ ബ്യൂട്ടിഫുൾ വിഷ്വലാണ്. കുറേ പെൺമയിലുകൾക്ക് നടുവിൽ പീലി വിരിച്ച് നിൽക്കുന്ന ഒരു ആൺമയിൽ. അവൻ പരമാവധി അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവരെ. ഈ ലെഫ്റ്റിലേക്കുള്ള വഴി പോയാൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ സ്റ്റേകളുണ്ട്. മുതുമല ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ ചിലവിൽ താമസിക്കാൻ പറ്റിയ റൂമുകളും നമുക്കവിടെ അവൈലബിൾ ആണ്. ഏകദേശം 2 വർഷം മുമ്പ് ഞങ്ങൾ അവിടുത്തെ ഒരു ഡോർമെട്രിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ മുതുമല ബന്ദിപ്പൂർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ പുള്ളിമാനുകൾ. പ്രായപൂർത്തിയായി വരുന്ന ഒരു മെയിലാണ് ആ ചെറിയ കൊമ്പുള്ളത്. സാധാരണ അഡൽട്ടുകളുടെ കൊമ്പ് വർഷത്തിലൊരു തവണ കൊഴിഞ്ഞ് വീണ്ടും വരും. പക്ഷെ അത് ഇതുപോലെ ആയിരിക്കില്ല. ചെറിയൊരു വെൽവെറ്റ് കോട്ടിങ്ങോട് കൂടിയായിരിക്കും. ഏകദേശം 50 എണ്ണം വരെയുള്ള കൂട്ടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും നമുക്ക് പോകേണ്ടി വന്നില്ല. അപ്പോഴേക്കും അടുത്തൊരു ഗംഭീര കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടിയത്. അസലൊരു കൊമ്പൻ. അവൻ്റെ കൊമ്പിൻ്റെ ഒരു ഷേപ്പും നീളവും നോക്കിയേ. കൊമ്പിന് കുറച്ച് വണ്ണം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വരുന്ന സമയത്ത് അവൻ സൈഡിൽ നിന്ന് പുല്ല് തിന്നുകൊണ്ട് നിൽക്കായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയത്. ഫുൾ ടൈം ഇവിടെ വണ്ടികൾ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് അവൻ റോഡ് ക്രോസ് ചെയ്യുന്നത്. ജസ്റ്റ് റോഡിലൂടെ വണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രമാണ് അവൻ നോക്കിയത്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം വളരെ സ്പീഡ് കുറച്ച് മാത്രം വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മൃഗം നമ്മുടെ വാഹനം തട്ടി ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ആ കേസിന് വേണ്ടി വിളിക്കുമ്പോഴൊക്കെ നമ്മളിവിടേക്ക് വരേണ്ടി വരും. അനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് റോഡിലൂടെ വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കില്ല. പെട്ടെന്നായിരിക്കും അവർ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്സിഡൻറ്റിൽ ആ ഒരു മൃഗത്തിന് കാര്യമായ പരിക്കുകൾ പറ്റാത്ത തരത്തിലായിരിക്കണം നമ്മുടെ സ്പീഡ്. ഇവിടെ റോഡിൻ്റെ 2 വശവും അടിക്കാടൊക്കെ വെട്ടി പുൽമേടായിട്ട് കാണാൻ പറ്റും. അനിമൽസ് എന്തെങ്കിലും റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വ്യക്തമായി ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയാണിത്. കാരണം ഇനിയിപ്പോൾ ആനയാണ് റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ദൂരത്ത് നിന്ന് തന്നെ കാണുമ്പോൾ നമ്മൾ വാഹനം നിർത്തി അവർ പോയതിന് ശേഷം മാത്രം നമ്മുടെ യാത്ര തുടരാവൂ. ഇതാണ് മസിനഗുഡി ടൗൺ. മുതുമല ഫോറസ്റ്റിലേക്ക് കടന്നാൽ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആകെ കുറച്ച് കടകളുള്ളത് ഇവിടെയാണ്. വളരെ ചെറിയൊരു ടൗണാണ്. ടൗൺ കഴിയുമ്പോൾ തന്നെ റോഡിൻ്റെ 2 വശത്തും മറവക്കണ്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാം. മിക്കപ്പോഴും അനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നതും കാണാൻ പറ്റും ഇവിടെ. അതുപോലെ ഒരുപാട് വെറൈറ്റി വാട്ടർ ബേർഡ്സും ഉണ്ട് ഇവിടെ. ഇന്ന് നമുക്ക് കിട്ടിയത് ഈ 2 പുള്ളിച്ചുണ്ടൻ താറാവിനെയാണ്, സ്പോട്ട് ബിൽഡ് ഡക്ക്. കൂടുതലായിട്ട് ഇവർ ഈ വെള്ളത്തിനടിയിൽ നിന്ന് കഴിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ്, അതായത് വെള്ളത്തിനടിയിലുള്ള ചെറിയ സസ്യങ്ങൾ. തൊട്ടടുത്ത് തന്നെ ഒരു സർപ്പൻ്റുകൾ. ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പാമ്പുകൾ. വിഷപ്പാമ്പുകളെ വരെ ഇവരകത്താക്കും. മുതുമല തെപ്പക്കാട് നിന്ന് ഊട്ടി വരെ ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട്.
അതിൽ 17 കിലോമീറ്ററോളം നല്ല നേരുന്ന ഫോറസ്റ്റ് റോഡാണ്. നല്ല അടിപൊളി കാഴ്ചകൾ, ഒരുപാട് വൈൽഡ് ലൈഫ് കാഴ്ചകളും കിട്ടും. പുള്ളിമാനുകളെ ഇതുപോലെ കേരളത്തിൽ കാണാൻ പറ്റുന്നത് ഒന്നീ ബന്ദിപ്പൂര് മുതുമല ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വയനാട്ടിലാണ്, അതല്ലെങ്കിൽ പിന്നെ പറമ്പിക്കുളത്താണ്. ഏകദേശം ഇതുപോലെ തന്നെ ചെറിയ കൂട്ടങ്ങളായി കാണാൻ സാധിക്കും അവിടെ. ഇന്ത്യയിലെ ഒരുവിധ എല്ലാ കാടുകളിലും നമുക്ക് ഇവരെ കാണാം. അതുകൊണ്ട് തന്നെ IUCN ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേണിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മസനഗുഡിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഏകദേശം 300 ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ട് ഇവിടെ. ജസ്റ്റ് ഒരു ദിവസമെങ്കിലും നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റികളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. വൺ ഡേ ട്രിപ്പിൽ നമുക്ക് ഒരുപാട് ബേഡ്സിനെയൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലുള്ള ബേഡ്സിനെ ഒരു പക്ഷേ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മസനഗുഡി കാഴ്ചകൾ ഈ പാലം വരെയുള്ളൂ. അതിനുശേഷം നീലഗിരി മലനിരകളിലേക്കുള്ള ഹെയർ പിൻ ബെൻഡ് സ്റ്റാർട്ട് ചെയ്യും. വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ക്ലൈമറ്റും കാഴ്ചകളായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഈ റൂട്ടിലൂടെ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അതായത് ഊട്ടിയിൽ നിന്ന് മസനഗുഡിയിലേക്ക് വരാൻ സാധിക്കില്ല. ഒരു വൺ വേ റൂട്ടാണിത്. പിന്നെ വരാൻ പറ്റും, അത് ഇവിടുത്തെ രജിസ്ട്രേഷൻ വാഹനങ്ങളായിരിക്കണം. ഇതാണ് മാജിക്ക്, പ്രകൃതിയുടെ മാജിക്. നിമിഷ നേരം കൊണ്ട് ക്ലൈമറ്റും കാഴ്ചകളും മാറിയത് കണ്ടോ. ചെറിയ മഴയുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് ഇവിടെ. ഊട്ടിയിലെ കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മളിവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നേരെ കോത്തഗിരിയിലേക്കാണ്. നമുക്കുള്ള കാഴ്ച ശരിക്കും അവിടെയാണ്, അതായത് വൈൽഡ് ലൈഫ് കാഴ്ചകൾ. ഊട്ടിയിൽ നിന്ന് കോത്തഗിരിക്ക് 29 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 1 മണിക്കൂർ യാത്ര. പക്ഷേ നമ്മൾ പോയത് കൂനൂർ കൂടിയാണ്. ഈ വഴി ഏകദേശം 10 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ വരാനുള്ള മെയിൻ കാരണം ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഈ ഒരു ടോയ് ട്രെയിൻ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ കൂനൂരിൽ നിന്ന് വരുമ്പോൾ കോത്തഗിരി ടൗൺ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ തന്തനാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഊട്ടിയിലെ പോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതുപോലുള്ള സീനിക് കാഴ്ചകളാണ് ഇവിടെ മെയിൻ. പിന്നെ വന്യജീവികൾ ഒരുപാടുള്ള സ്ഥലമാണ് കോത്തഗിരി. നമ്മളിന്ന് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഹെവൻലി ഹിൽസിലാണ്. അപ്പോൾ റൂട്ട് മാപ്പ് ഇട്ട് വരുമ്പോൾ കറക്റ്റ് ദേ ഇവിടെ എത്തും. ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഓഫ് റോഡ് റൂട്ടാണ് കാണിക്കുക. അപ്പോൾ ഈ കാണുന്ന വഴിക്ക് 200 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കാണാം. അതിന് നേരെ മുകളിലാണ് ഹെവൻലി ഹിൽസ് വില്ല. ഈ റൈറ്റിലെ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് ലെഫ്റ്റിലെ വഴി കൂടെയാണ് പോകേണ്ടത്. അടിപൊളി ലൊക്കേഷനും കാഴ്ചകളാണ്. ഇഷ്ടംപോലെ ബേഡ്സും ഉണ്ട് ഇവിടെ. ഇതാണ് ഇന്ത്യൻ വൈറ്റ് ഐ. മിക്കപ്പോഴും കൂട്ടായിട്ടാണ് ഇവർ തീറ്റ തേടി ഇറങ്ങുന്നത്. തേനാണ് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. പിന്നെ ഇതുപോലെ ചെറിയ പഴങ്ങളും ചെറിയ പ്രാണികളെ വരെ കഴിക്കും ഇവർ. ഇവരുടെ കണ്ണിന് ചുറ്റുള്ള വൈറ്റ് റിങ് തന്നെയാണ് ഈ പേര് വരാൻ കാരണം. സ്റ്റേയിലേക്കുള്ള വഴി കുറച്ച് കുത്തനെയുള്ള കയറ്റാണ്. നമ്മുടെ വാഹനം 4 വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് സ്റ്റേയുടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ലഗേജ് എല്ലാം അവർ തന്നെ നമ്മുടെ റൂമിൽ എത്തിച്ചു തരും. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കയ്യിലെടുത്ത് പിടിച്ചാൽ മതി. നമ്മൾ കയറി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് തേയിലത്തോട്ടത്തിൽ ഒരു കൂട്ടം കാട്ടുപോത്ത്. കോത്തഗിരിയിൽ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെയും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇത് ലിവിങ് ഏരിയ.
ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെയുള്ള ടേബിൾസും ചെയറുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കുമ്പോൾ ഗ്ലാസ് വിൻഡോയിലൂടെ കാണാൻ പറ്റുന്ന കാഴ്ച നോക്കിയേ. ഗ്ലാസ് വിൻഡോ മാത്രമല്ല, അതിനോട് ചേർന്ന് ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു കാഴ്ച കൂടി നമുക്ക് കണ്ടു നോക്കാം. ഒന്നും പറയാനില്ല, ഗംഭീര ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് തന്നെ പറയാം ഈ ബാൽക്കണി. നമ്മൾ നേരത്തെ കണ്ട കാട്ടുപോത്തുകൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകളും താമസിക്കുന്നുണ്ട്. ഏകദേശം അവരുടെ വീടുകളുടെ അടുത്താണ് ഇത്രയും വലിയ കാട്ടുപോത്ത് കൂട്ടം നിൽക്കുന്നത്. ബാൽക്കണി വ്യൂ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. വളരെ വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. ഒരു കിങ് സൈസ് ബെഡും ടോയ്ലറ്ററി ഐറ്റംസൊന്നും നമുക്ക് കൊണ്ടുവരേണ്ടതില്ല, അവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3000 രൂപയാണ് ഈ റൂമിൻ്റെ റെൻറ്റ്. അതായത് ഞങ്ങൾ 2 അഡൽട്ടും ഒരു കുട്ടിയും. ഫുഡൊന്നും ഇൻക്ലൂഡിങ് ആയിരിക്കില്ല ഈ റേറ്റിൽ, അത് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ടി വരും. വേറെ മോശമൊന്നും പറയാനില്ല, വളരെ നീറ്റാണ് റൂമൊക്കെ. ഇനി സീസണിൽ തിരക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെയാണോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഗൂഗിൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇരുട്ടായി തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. സൺസെറ്റിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷനൊക്കെ ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലൈറ്റിൽ ദൂരെയുള്ള കെട്ടിടങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി അനിമൽസിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് ടൗൺ വരെ പോയി അവിടെ നിന്ന് കഴിക്കാം. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീല്. രാവിലെ തന്നെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. റൂമിലേക്കൊക്കെ തള്ളിക്കയറാണ് ഈ കോടമഞ്ഞ്. പിന്നെ ഈ തേയിലത്തോട്ടത്തിലെ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നൈസായി. രാവിലെ 8 മണിയായപ്പോഴാണ് ഇവിടെ വെളിച്ചം വന്നത്. ആ ഒരു ടൈമിലെ കാഴ്ചയും ഗംഭീരമായിരുന്നു. അപ്പോൾ ഇനി ഊട്ടിയിലേക്ക് വരുമ്പോൾ ഊട്ടിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം റൂം എടുക്കുമ്പോൾ ഊട്ടിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ഈ കോത്തഗിരിയിൽ എടുക്കുകയാണെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. രാവിലെ തന്നെ ക്യാമറ എടുത്ത് ബേഡിങ്ങിന് വേണ്ടി നമ്മളൊന്ന് നടക്കാറുങ്ങാണ്. നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദേ ഇരിക്കുന്ന ഒരു സ്ട്രീറ്റ് ത്രോട്ടഡ് വുഡ് പെക്കർ. മലയാളത്തിൽ മഞ്ഞക്കാഞ്ചി മരം കൊത്തി എന്നാണ് ഇവളുടെ പേര്. ഇവള് എന്ന് പറയാൻ കാരണം തലയിലുള്ള ആ ബ്ലാക്ക് കളറാണ്. അത് മെയിലാണെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്കിന് പകരം റെഡായിരിക്കും. അസാധ്യ തണുപ്പായതുകൊണ്ട് മാത്രമാണ് ഇവർ പെട്ടെന്നൊന്നും പറന്നു പോവാതെ ഇത്രയും നേരം വീഡിയോ എടുക്കാൻ പറ്റണത്. അത് കറക്റ്റ് അറിയണമെങ്കിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു ബേഡാണ് ഈ ഹുപ്പു, മലയാളത്തിൽ ഉപ്പൂപ്പൻ. ഇസ്രായേലിൻ്റെ നാഷണൽ ബേഡാണ്. ആ റെഡ് കളറിൽ കാണുന്നത് ഇവിടുത്തെ ഒരു പഴയ ബംഗ്ലാവ് സ്റ്റേ ആണ്. അതിൻ്റെ തൊട്ട് പുറകിൽ ദേ ഒരു കാട്ടുപോത്ത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ബേഡ്സിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് കൂടുതൽ വിഷ്വൽസും കിട്ടിയത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് വീടുകളുണ്ട്. അവിടുത്തെ കുട്ടികളാണ്. രാവിലെ തന്നെ അവരവരുടേതായ കളികൾ ആരംഭിച്ചു. എന്നാൽ ആ കുട്ടികൾ കളിക്കുന്നതിൻ്റെ തൊട്ടുമുകളിലാണ് ഈ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത്. അവരിത് സ്ഥിരം കാണുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തുന്ന പശുവിനെ പോലെയാണ് അവർ ഈ കാട്ടുപോത്തിനെ കാണുന്നത്.
നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കിയേ, നിമിഷ നേരം കൊണ്ടാണ് ഈ രീതിയിൽ കോടമഞ്ഞ് മൂടിയത്. ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. 7300 അടി ഉയരത്തിലാണ് ഊട്ടി ഹിൽ സ്റ്റേഷൻ. വളരെ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഈ കോത്തഗിരി മലനിരകളുള്ളത്, അതായത് 6400 അടി ഉയരത്തിൽ. അതുകൊണ്ട് ഊട്ടിയിലെ സെയിം ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ അവസ്ഥയിലായി. കോടമഞ്ഞ് മാറിയപ്പോഴാണ് നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് ഇതേ ഒരു കേഴമാന കണ്ടത്. മെയിലിന് മാത്രമാണ് ഇതുപോലെ കൊമ്പുണ്ടാവുള്ളൂ, അതും വളരെ ചെറിയ കൊമ്പുകളായിരിക്കും. ഇവരെ കാണാൻ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണെങ്കിലും IUCN ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേണിലാണ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് വംശനാശ ഭീഷണി കുറവ്. അതിനിടയ്ക്ക് ഒരു ഉപ്പൂപ്പൻ അവിടെ ഇരുന്ന് എന്തോ തിരയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത് 11 മണിക്കാണ്. അതുപോലെ ചെക്ക് ഇൻ ടൈം 2 മണി. ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ ഏരിയ, പക്ഷേ അതൊരു മെയിൻ്റനൻസ് ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള ഒരുപാട് നല്ല സ്റ്റേകൾ കോത്തഗിരിയിലുണ്ട്. ഊട്ടിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്താനും പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഊട്ടിയിലെ ടൗണിൽ താമസിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും കോത്തഗിരിയിൽ വന്ന് റൂം എടുക്കുന്നത്. പ്രത്യേകിച്ച് വന്യജീവികളെ കാണാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റേയിലിരുന്നുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.